കേരളത്തിൽ ജോലിക്കുന്ന പാർട്ടിയുടെ നേതാവായിട്ട് എനിക്ക് ഒരു വില ഇവർ കൽപ്പിക്കുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇത്ര ബിസി ആയിപ്പോ നമ്മളൊന്നും കണ്ട് നീയൊക്കെ എങ്ങനെ പോകുന്നു? കച്ചവടം പണ്ടത്തെ പോലെ വളയൊക്കെ മുഷിക്കാൻ വന്നിട്ടാങ്ങളെ ഒരു ബമ്പ് എടുത്തോ, രക്ഷപ്പെടും. പാർട്ടി രക്ഷപ്പെടും, നിങ്ങൾ രക്ഷപ്പെടും. IPS സാർ ഇതൊന്നും അവിടെ കുറെ നാളായാലും നിനക്ക് പണിയും വിലയൊന്നും ഇല്ലേ? ഇത് തന്നെ എപ്പോ നോക്കിയാലും ഞാൻ വണ്ടി പോകുമ്പോ സ്ഥിരമായിട്ട് ഇരിപ്പാണല്ലോ. പണിയൊന്നുമില്ലല്ലോ. സാറിന് പണിയില്ലെന്നുള്ളതല്ല വിഷയം, നിങ്ങൾക്ക് പണി, എനിക്ക് പണിയുണ്ടല്ലോ. നിനക്കൊക്കെ പണിയും വില ഇല്ലടാ. എപ്പോ നോക്കിയാലും ഞാൻ വണ്ടിക്ക് പോകുമ്പോ ഡ്യൂട്ടിക്ക് പോകുമ്പോ എപ്പോ നോക്കിയാലും ഇരിക്കുമല്ലോ. ഫുൾ ടൈം പണിയുള്ള ആളുകളാണ്. ഇത് ഫുൾ ടൈം പണി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ പണ്ട് പോലെ ഇങ്ങനെ തന്നെ. പിന്നെ ഓരോ റാങ്കിന് റെസ്പെക്ട് ആണ്. കൂടെ പഠിച്ചെന്നും പറഞ്ഞ ആരും അങ്ങനെ എടാടാന്ന് വിളിച്ചു. പൂച്ചക്കുട്ടി കാണാൻ ഞാൻ പരാതി പൂച്ചക്കുട്ടിനെ കാണാൻ മൃഗ സംരക്ഷണ വകുപ്പിൽ കൊണ്ട് കൊടുക്കണം. അതാണ് അല്ലാതെ എന്റെ അടുത്ത് വന്നിട്ടാണ് വൈകിട്ട് എന്ത് പരിപാടി? ഞങ്ങൾക്ക് ഉയർന്ന പട്ടാളം, നമ്മയൊക്കെ ലോക്കൽ സെക്ടറിൽ അടിക്കില്ല. നമുക്ക് ഉയർന്ന റാങ്കുള്ളവരൊക്കെ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ എന്നോട് പറഞ്ഞ നാട്ടിലെ വരില്ലാത്തുള്ളൂ. പ്രോസസ്സിംഗ് നല്ല കാര്യമുണ്ട്. അതല്ല പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കൂടെയൊക്കെ നിന്ന് നമ്മുടെയൊക്കെ ഇമേജ് പോകും. മനസ്സിലായോ? നമുക്കൊക്കെ നമ്മുടെ റാങ്കിലുള്ളവരൊക്കെ അടിക്കാൻ പറ്റുള്ളൂ. പണ്ട് ക്ലാസ് ചെയ്തപ്പോ നിന്റെ ചോറ് പാത്രത്തിൽ ഞാൻ കട്ട് ചെയ്ത് ചോറ് പാത്രത്തിൽ ഞാൻ കട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉദ്ഘാടനത്തിന് ഞാൻ വരാം, എന്നെ വിളിക്കും, ഞാൻ വരാം. 500 രൂപ ബമ്പർ എടുത്തിട്ടേ ഇനി കടം പറഞ്ഞിട്ട് ഇനി പൈസ തന്നിട്ടില്ല. 40 രൂപ തന്നിട്ട് ഇതിന് 10 രൂപ വീണ്ടും പ്രൈസ് കൊടുത്തു. 5000 രൂപ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മ IPS അല്ലേ, നമ്മ അതിന്റെ ഇവൻ ചായ മേടിച്ചാലോ? ഇവൻ നാട്ടുകാരെ പറ്റിച്ച് നടക്കണവനാണ് നമുക്ക് ചായ മേടിച്ചത്. അന്ന് പണ്ട് പോലെ പിന്നെ എത്ര കൊല്ലം പഠിച്ച ആളാണ്. നമ്മുടെ കൂടെ വന്ന് പഠിച്ച എന്താണ് പൗലോസ് ചേട്ടാ? നിങ്ങക്ക് പോലീസിനൊന്നും പേടിയില്ലേ? ഇങ്ങനെ മദ്യപിച്ച് വണ്ടി ഓടിക്കാമോ? നിങ്ങളൊക്കെ സന്തോഷിച്ചോടാ. ഞങ്ങൾ സന്തോഷിക്കും. ഇത്ര നാളും കൂടാതെ ചായ കുടിക്കാം. അല്ല ഞാൻ ഇങ്ങനെ എപ്പോഴും ഒന്നുകിൽ നമ്മൾ കൂടെ പഠിച്ചതല്ലേ, ഒന്നുകിൽ ആരും നേതാവായി പോയില്ലേ? ഒന്നുമില്ലെങ്കിൽ കുറെ നാൾ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ? ഒറ്റിക്കണം പോലെ ചേട്ടാ. നമ്മുടെ സുഹൃത്താണ്, അവിടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ചേട്ടാ വണ്ടി എടുക്കല്ലേ? അവിടെയൊക്കെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ പടിയാ. ഞാൻ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. നിയമപരമായിട്ട് തെറ്റാണ് നിങ്ങൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത്. വണ്ടി എടുക്കല്ലേ? മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല. എന്തൊരവസ്ഥയാണ് ഇതിന്റെയൊക്കെ. വല്ലാത്ത അവസ്ഥ. അവന്റെ മകളുടെ കല്യാണമാണ് അവന്റെ. നിങ്ങൾക്കറിയാമോ? അത് എന്റെ മകളുടെ കല്യാണമാണ്. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഹെൽപ്പ് ചെയ്യണം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം. പാവം ഹെൽപ്പ് ചെയ്യണം. പാവം നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾക്ക് മദ്യപിച്ചൊന്നും വണ്ടി ഓടിക്കില്ല കേട്ടോ. ഞാൻ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല.